നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പലരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഭർത്താക്കന്മാർ, ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. ഇവരോടൊക്കെ നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, കടമകളുണ്ട്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ബാധ്യതകൾ നമ്മൾ കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ട്, ഒരു പ്രയാസം. മക്കളോടുള്ളതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭാര്യമാർ, നമ്മൾ എന്തു പറഞ്ഞാലും, ഭാര്യമാർ എന്ത് ചോദിച്ചാലും നമ്മൾ അത് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊടുക്കാനോ ഇഷ്ടപ്പെടുന്നവരാണ്. തിരിച്ചും അങ്ങനെയാണ്. പക്ഷെ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു മാനസികമായി ഒരു പ്രയാസമുണ്ടാകാറുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം എന്ന നിലയിൽ, ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള കടപ്പാട് ആരോടാണ്? ഏറ്റവും കൂടുതൽ നമുക്കുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടത് ആരോടാണ്? ഒന്നാമതായി അള്ളാഹുവിനോടാണ്, റബ്ബിനോടാണ്. പക്ഷെ അത് നിർവഹിക്കുന്നിടത്ത് അല്ലെങ്കിൽ നിർവഹിക്കാതിരിക്കുമ്പോൾ, റബ്ബിന് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വേദന അനുഭവപ്പെടാറുണ്ടോ? ഇതാണ് നമ്മൾ ഒരു താരതമ്യം ചെയ്യേണ്ടത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൺമുമ്പിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന. എന്നാൽ റബ്ബിനോട് എല്ലാ അതിരുകളും വിട്ട്, പരിധികൾ വിട്ടുകൊണ്ട് അള്ളാഹുവിന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കാതിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമ്മളെ മനസ്സിലൊരു കുത്ത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇന്നത്തെ ഈ ജുമുഅയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ബാധ്യതകൾ നിർവഹിക്കണം എന്ന് പറയുന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 6-ാമത്തെ വചനം, വമാ ബിക്കും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക്, നമുക്ക് എന്ത് ഒരു നിഅ്മത്ത് ഉണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും അത് ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ബാധ്യതപ്പെട്ടവരാണ്, അള്ളാഹുവിനോട് നമ്മൾ കടമകൾ നിർവഹിക്കേണ്ടവരാണ് എന്ന് പറയുന്നത്. ഒന്നാമതായി അള്ളാഹുവിനോടാണ്. രണ്ടാമതായി നമ്മൾ ആരോടാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. പരിശുദ്ധ ഖുർആൻ വീണ്ടും ആ കാര്യം ഓർമ്മപ്പെടുത്തി. 33-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ തന്നെ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് നമ്മൾ രണ്ടാമതായി നമ്മൾ അംഗീകരിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയാണ്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, ഇത് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഖുർആനിലെ നിരവധി ആയത്തുകളിൽ ഖുർആനിൻ്റെ പരാമർശം അങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, ചേർന്നുകൊണ്ട് പറയുന്നു നിങ്ങൾ പ്രവാചകനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ഇവിടെ അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ
നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് പറയുന്നിടത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ചില മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾക്കോ ഒക്കെ തയ്യാറാകുന്നു എന്നതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം അനുസരിക്കണം എന്നതാണ്. ഒരു ഉപാധിയുമില്ലാതെ പ്രവാചകൻ അനുസരിച്ചേ മതിയാകും ഒരു മുസ്ലിം എന്ന നിലയിൽ. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം മുഹമ്മദ് നബി ഒരു കാര്യവും നമ്മെ പഠിപ്പിച്ചിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹാ. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. റസൂലുള്ള മൊഴിയുന്നത്, റസൂലുള്ള പ്രവർത്തിച്ച് കാണിച്ചു തരുന്നത്, റസൂലുള്ള ഏതെങ്കിലും ഒരു വിഷയം സഹാബി ചെയ്തിട്ട് അതിന് അംഗീകാരം നൽകുന്നത്, ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അസുന്നത്തു, എന്താണ് സുന്നത്ത്? മാ സന്നഹു റസൂലുള്ള, റസൂലുള്ള ശരിയാക്കി തന്നതെന്തോ അത് സുന്നത്താണ്, അല്ലാത്തത് സുന്നത്തല്ല. അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാൽ നിങ്ങൾ റസൂലിനെ അനുസരിക്കണമെന്ന് പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കാര്യങ്ങൾ അത്രയും നമ്മെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിൽ നിന്ന് നിയോഗിതനായത്. ആ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. നമ്മളുമായി അങ്ങേയറ്റം മാനസികമായി അടുത്തു നിന്ന ഒരാളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. മുഹമ്മദ് നബിയുടെ അനുയായികളോട് വല്ലാതെ ബന്ധമുണ്ടായിരുന്നു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു നബി വന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുന്നത്, വേദനയുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത ആളായിരുന്നു ആ പ്രവാചകൻ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളോട് അങ്ങേയറ്റം ബന്ധമുണ്ടായിരുന്നു. പ്രവാചകന് നിങ്ങളോട് അത്രമാത്രം അടുപ്പമായിരുന്നു എന്ന് മാത്രമല്ല, അങ്ങേയറ്റം റഊഫായിരുന്നു എന്നും റഹീമായിരുന്നു, വളരെ കാരുണ്യത്തോടു കൂടിയായിരുന്നു പ്രവാചകന്റെ പ്രവർത്തനം. അപ്പൊ നമ്മളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് അങ്ങേയറ്റം ബന്ധം ഉണ്ടായിരുന്നു പ്രവാചകന്. ആ പ്രവാചകനെ നമ്മൾ എല്ലാറ്റിനേക്കാളും ഏറെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ, മക്കളെക്കാൾ, നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ സമ്പാദ്യത്തെക്കാൾ, നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അഭിലാഷം എന്ന നിലയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്, അതിനേക്കാളൊക്കെ അധികമായി ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ബോധ്യപ്പെടുത്തില്ല. യുമിനു അഹദുക്കും, ഹത്താ, ഒരാൾ മുസ്ലിം ആവുകയില്ല, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന, ഞാനായിത്തീരണം, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായി തീരണം. മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, പൊതുസമൂഹത്തെക്കാൾ ഒക്കെ ഉപരിയായി ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യം. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കൃത്യമായി നിരുപാധികം നമ്മൾ അനുസരിച്ചേ മതിയാകും. എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ യാതൊരു താല്പര്യം ഇതിന്റെ പിന്നിലില്ല.
സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്, നമുക്ക് സ്വർഗം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞു, മാ ബഖിയ ശൈഉൻ, ഒരു കാര്യവും ഞാൻ അവശേഷിപ്പിച്ചിട്ടില്ല, ഇവിടെ ബാക്കിയാക്കി വെച്ചിട്ടില്ല. യുഖർരിബു മിനൽ ജന്ന വ യുബാഇദു മിനൻ നാർ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, എ ടു സെഡ് കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യവും പറഞ്ഞു തരാത്തതായിട്ടില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി പഠിപ്പിച്ചതാണോ, പഠിപ്പിച്ചതല്ലേ, ഇത് സുന്നത്താണോ അല്ലേ, ഏതൊരു വിഷയമാണെങ്കിലും നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത്. നാളെ അന്ത്യദിനത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായും നമ്മുടെ നമസ്കാരത്തെ കുറിച്ചാണല്ലോ. നരകത്തിൽ കിടക്കുന്ന ആളുകളോട് എന്തിനാണ് നരകത്തിൽ പ്രവേശിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന മറുപടി ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല എന്നുത്തരം പറയുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും ഒരു ദിവസം നിർബന്ധമായും ഒരു മുസ്ലിം അനിവാര്യമായും ചെയ്യേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഈ നമസ്കാരം, അതിനു മുമ്പ് നമസ്കാരം ശരിയാകണമെങ്കിൽ വുളു വേണം. വുളു പഠിപ്പിച്ചതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് നമസ്കാരം അത് കാണിച്ചു തന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പൊ റസൂലുള്ളാഹി കാണിച്ചു തന്നതിനപ്പുറം മറ്റൊന്നില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുക. സ്വന്തം ഓരോരുത്തരും അവനവന് പറ്റിയതൊക്കെ ഗവേഷണം ചെയ്ത് മനനം ചെയ്ത് പഠിച്ച് പ്രവാചകൻ ആഗ്രഹിക്കാത്തതോ ഇഷ്ടപ്പെടാത്തതോ പറയാത്തതോ ചെയ്യാത്തതോ കാര്യങ്ങൾ പോലും സുന്നത്താണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സുന്നത്ത് നെല്ലും പതിരും അത് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള അഖല് അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. ഈ ബുദ്ധി ഉപയോഗിച്ച് ഏതാണ് ശരി ഏതാണ് തെറ്റ്, നമസ്കരിക്കുമ്പോൾ കൈ എവിടെ കെട്ടണം, ഇതൊരു വാശിക്ക് വേണ്ടിയല്ല. പക്ഷേ ഏതോ ഒന്നുണ്ട്, എവിടെയോ ഒന്ന് കെട്ടിയിട്ടുണ്ട്, അതെവിടെയാണ് അത് തെരഞ്ഞു പിടിക്കണം നമ്മൾ. എന്നിട്ട് റസൂലുള്ളാഹിയെ ഇത്തിബാ ചെയ്യണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെയൊക്കെ ബാധ്യതയല്ലേ? ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അങ്ങനെ ഏതേത് വിഷയത്തിലും ചിലപ്പോഴൊക്കെ നമ്മളെ ബുദ്ധിക്ക് യോജിച്ചാൽ അത് നമ്മൾ സ്വീകരിക്കും, നമ്മളെ ബുദ്ധിക്ക് പറ്റുന്നില്ല അത് നമ്മൾ മാറ്റിവെക്കും. അങ്ങനെയൊന്നില്ല, നമ്മളെ ബുദ്ധിയല്ല. റസൂലുള്ളാഹി എന്താണോ പറഞ്ഞത് അത് കൃത്യമായി അനുസരിച്ചേ മതിയാകൂ. കാരണം ഇത് എൻ്റെ സ്വർഗം നഷ്ടപ്പെടുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു സത്യവിശ്വാസി നീങ്ങേണ്ടത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വആമിനൂ ബിറസൂലി, അല്ലാഹുവിൻ്റെ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം റസൂലുള്ളാഹി അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന കൽപ്പനകൾക്കനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ, അത് നിങ്ങൾ അനുസരിക്കണം. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിൻ്റെ പ്രവാചകനെയാണ്. പരിശുദ്ധ ഖുർആൻ അക്കാര്യം വീണ്ടും ഉണർത്തി, ലഖദ് കാന ലക്കും റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലുള്ളാഹിയിൽ ഉദാത്തമായ മാതൃകയുണ്ട്, ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നവർ, വൽ യൗമൽ ആഖിർ, അന്ത്യദിനത്തെ വിശ്വസിക്കുന്ന അത് പ്രതീക്ഷിക്കുന്നവർക്ക്, വദക്കറല്ലാഹ കതീറ, അല്ലാഹുവിനെ ധാരാളമായി ദിക്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിലൊക്കെ തന്നെയും കൃത്യമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ ഏതൊക്കെയുണ്ടോ അത് തെരഞ്ഞു പിടിച്ച് ചെയ്യണം. ആ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം.
റസൂലുള്ളാഹി കാണിച്ചു തരാത്ത ഏതേത് കാര്യങ്ങളുണ്ടോ അതിന് ബിദ്അത്ത് എന്ന് പറയും. ബിദ്അത്ത് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്തിലാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്കാണ് വഴിതെളിയിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നോ പ്രവാചകൻ പറയാത്ത കാര്യം അത് ചെയ്യണമെന്നോ പറയുന്നത് കള്ളത്തരമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ പേരിൽ നടത്തപ്പെടുന്നതോ പറയപ്പെടുന്നതോ ആയ കാര്യങ്ങൾ, പ്രവാചകൻ പറയാത്തത്, പ്രവാചകന്റെ തിരുശേഷിപ്പാണെങ്കിലും പ്രവാചകൻ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. പ്രവാചകന്റെ തിരുശേഷിപ്പിൽപ്പെട്ട പ്രവാചകന്റെ മുടി, അതിന് ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക. പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് വന്ന സാധനം അത് 1/2 സെന്റിമീറ്ററോ 1 സെന്റിമീറ്ററോ വളർന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഏത് യുഗത്തിലാണ് നമ്മൾ ആലോചിക്കണം, ഇത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, മൻ കദിബ അലയ്യ മുതഅമ്മിദ, എന്റെ പേരിൽ മനഃപൂർവമായി ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, നരകത്തിൽ ഒരു സീറ്റ് അവൻ റിസർവ് ചെയ്തു കൊള്ളട്ടെ. അറിയണം നമ്മൾ ഇത് എന്താ. ഇത് ഭൗതികമായ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, സാമ്പത്തികമായ ലാഭം കൊയ്യുന്നതിന് വേണ്ടി, ഫണ്ടിങ്ങിന് വേണ്ടിയൊക്കെ പ്രവാചകനെയും ഇസ്ലാമിനെയും ദുരുപയോഗം ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള ബാധ്യത എന്താ? മൻ റആ മിൻകും മുൻകറ, ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണുമ്പോൾ, മോശപ്പെട്ട സംഗതികൾ കേൾക്കുമ്പോൾ, അത് കാണുമ്പോൾ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അത് കൈകൾ കൊണ്ട് തടുക്കാൻ കഴിയണം. ഫമൻ ലം യസ്തതി ഫബിലിസാനിഹി, അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വന്തം നാവ് കൊണ്ട് അത് തടയാൻ കഴിയണം. ഇല്ല ഫഇൻ ലം യസ്തതി ഫബിഖൽബിഹി ദാലിക അദ്അഫുൽ ഈമാൻ, ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. കൽബ് കൊണ്ട് വെറുക്കാൻ കഴിയണം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ അവസാന സമയത്ത് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാണ് വിശ്വാസികൾ മുഖവിലക്കെടുക്കേണ്ടതും അടിവരയിടേണ്ടതും. എന്താ പ്രവാചകൻ പറഞ്ഞത്? തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇതാരോടാ പറഞ്ഞത്? നമ്മളോടാ പറഞ്ഞത്. നമ്മൾ ആരാ? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ആരാ? കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും ഉത്തമമായ സമൂഹം എന്ന പേര് കിട്ടിയ കൂട്ടക്കാരാ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ മുസ്ലിം ഉമ്മത്ത്. കുൻതും ഖൈറ ഉമ്മ തുഖ്രിജൂന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താ? നിങ്ങളുടെ അടയാളം എന്താ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കലാണ്. വതൻഹൗന അനിൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങളെ വിപാദനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൽപ്പനകൾ കൊടുക്കല അല്ലേ? ഇത് നമ്മുടെ ബാധ്യതയാ. അതുകൊണ്ട് പ്രവാചകന്റെ അവസാന സമയത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു 2-3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ 2 കാര്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ഇത് 2ഉം നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ഒരിക്കലും നിങ്ങൾ വഴിപിഴച്ചു പോകൂല. നിങ്ങൾ യഥാർത്ഥമായ ഹിദായത്തിലായിരിക്കും. പ്രവാചകൻ പറഞ്ഞതല്ലേ ഇത്? അതുകൊണ്ട് പ്രവാചകൻ ഒന്നും കൂടി വെച്ചോ, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ, നസാറാക്കൾ ചെയ്യുന്നത് പോലെ എന്നെ നിങ്ങൾ ചെയ്യരുത്. എൻ്റെ ഖബറിടം നിങ്ങൾ കെട്ടിപ്പൊക്കരുത്. എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്നോ അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാത്ത പ്രവാചകൻ ഇല്ലേ? 63 കൊല്ലം ജീവിച്ചില്ലേ പ്രവാചകൻ? ഉണ്ടല്ലോ. എന്നിട്ടോ ഏതെങ്കിലും ഒരു വേളയിൽ പ്രവാചകൻ അത് ചെയ്തോ? ഇല്ല. പ്രവാചകന് ശേഷം അബൂബക്കർ സിദ്ദീഖ് 2 കൊല്ലം ജീവിച്ചു. അബൂബക്കർ സിദ്ദീഖ്
ചെയ്തോ? ഇല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 വർഷം ജീവിച്ചു. ഉമർ ഖത്താബ് ചെയ്തോ? ഇല്ല. ആയിഷ ബീവി, ആരാ ആയിഷ ബീവി? ഉമ്മുൽ മുഅ്മിനീന ആയിഷ ബീവി 50-ലധികം 46ഓളം വർഷം ജീവിച്ചു. ചെയ്തോ? ഇല്ല. പിന്നെ എന്തിനാണിത്? എവിടുന്നാണ് വന്നത്? ചിന്തിക്കേണ്ടതാരാ? വിശ്വാസികളാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തത്രൂനി കമാ അത്രത്തിൻ നസാറ, നസാറാക്കൾ നസറാനികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുതെന്ന് പഠിപ്പിച്ച ഒരു കാര്യം. ഇവിടെയാണ് നെല്ലും പതിരും വേർതിരിച്ച് സത്യവും അസത്യവും സുന്നത്തും ബിദ്അത്തും വളരെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം നമ്മൾ. കാരണം നമ്മളെ സംബന്ധിച്ച് ഒന്നുകൂടി ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വൽ തകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാവട്ടെ എന്നാ പറഞ്ഞത്. അത് അവരുടെ ഡ്യൂട്ടി എന്താ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നല്ലത് പറഞ്ഞു കൊടുക്കുന്ന, ചീത്തക്കെതിരിൽ നിൽക്കുന്ന. നമ്മളിപ്പം ചെയ്യുന്നെന്താ? ഒഴുക്കിന് അനുകൂലമായി ഇങ്ങനെ നീന്തുക അല്ലേ? ഒഴുകുന്ന അനുസരിച്ച് ഒഴുകുക പറ്റൂല. ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം, ഒഴുക്കിനെതിരെ നീന്തണം. അവിടെയാണ് സുന്നത്ത്. ആ സുന്നത്ത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ജീവിക്കാനാണ് ഏതൊരു വിശ്വാസിയും തയ്യാറാവേണ്ടത്. പ്രവാചകൻ പറഞ്ഞു വെച്ചു, മൻ റഗിബ അൻ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ വെറുക്കുന്നവൻ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. വളരെ കൃത്യമാണ്. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തി മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വ ഉസല്ലിമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബ, ഒരു കൂട്ടരൊഴികെ. അബ, വിസമ്മതിച്ചവർ ഒഴികെ. ഖീല, പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, വമൻ അബ, ആരാണ് ഈ വിസമ്മതിച്ചവർ? അക്കൂട്ടക്കാർ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിലാണ്. വമൻ അസാനി, എന്നെ ധിക്കരിച്ചവൻ അവൻ ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചവൻ. പ്രവാചകനെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുന്നവർ പ്രവാചകനോട് എതിര് പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് അബ. ഞാൻ ഓതി വെച്ച ആയത്തിൽ വമൻ യഅസില്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, പ്രവാചകൻ പറയാത്തത് ചെയ്യുന്നവർ, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നവർ, വയതഅദ്ദ ഹുദൂദ, എല്ലാത്തിനും ഏത് സംഗതിക്കും എന്തുണ്ട്? ഒരു പരിധിയുണ്ട്, ഒരു വരയുണ്ട്. ആ വരക്കപ്പുറത്തേക്ക് കടക്കാൻ ഒരു അധികാരമില്ല. ഏത് വിഷയവും അങ്ങനെ, ആഘോഷങ്ങളായാലും കല്യാണങ്ങളാണെങ്കിലും ഏത് സംഗതിക്കും എന്തുണ്ട്? പരിധിയുണ്ട്. പരിധി വിട്ട് കളിക്കാൻ പാടില്ല. അതാണ് ഈ ആയത്ത് വീണ്ടും പറയുന്നത്, വയതഅദ്ദ ഹുദൂദ, അങ്ങനെ പരിധി വിട്ട് പോവുക. അള്ളാഹുവിനെ ധിക്കരിക്കുക, പ്രവാചകൻ അനുസരിക്കാതിരിക്കുക, പരിധി വിട്ട് ഹദ് വിട്ട് പ്രവർത്തിക്കുക. വയുദ്ഖിൽഹു നാറാ, അവർ നരകത്തിലാണ്, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. താൽക്കാലികമല്ല, ഖുർആൻ പറയുന്നു ഖാലിദീന ഫീഹ, ശാശ്വതമാണ്, ശാശ്വതമാണ്. വലഹു അദാബുൻ മുഹീൻ, വളരെ നിന്ദ്യമായ അങ്ങേയറ്റം ഹീനമായ ശിക്ഷ അവർക്കുണ്ട്. ഒരു സംശയമില്ലാത്തൊരായത്ത, ഒരു ഗവേഷണത്തിനും അർഹതയില്ല ഈ ആയത്ത്. അങ്ങനെ തന്നെ മനസ്സിലാക്കാവുന്നതാ. ഏതൊരാൾക്കും, സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരായത്ത. അതുകൊണ്ട് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് അത് പരമാവധി ജീവിതത്തിൽ പകർത്താൻ, അതെങ്ങനെയുണ്ട് പെറുക്കിയെടുക്കാൻ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ആവശ്യമില്ലാത്തത് പെറുക്കിയെടുത്ത് ഇത് ദീനാണെന്നും പറഞ്ഞ് അതിൻ്റെ മേലെ കയറിക്കൂടരുത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മിഡിൽ ഇങ്ങനെ പോയാൽ മതി. ചിലത് കൂടിയിട്ട് കൂടും ചെയ്യണ്ട, കുറയും ചെയ്യണ്ട. ചിലത് ഇങ്ങോട്ട് കൂടിയിട്ട് പിടുത്തം വിട്ട കളിയാ.
അത് വേണ്ട, അത് വേണ്ട. അപ്പോൾ ഒരു മാന്യമായ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. റസൂൽ അങ്ങനെ പഠിപ്പിച്ച മുത്തവസ്സിത്ത, ഒരു മിനിമം അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ മിഡിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്ന് വിടാതെ ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുന്നവരായി തീരും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പലതും വന്നു പോയിട്ടുണ്ടാകാം. ഇതൊക്കെ അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫള് കൊണ്ട് അതെല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, സഹോദരി സഹോദരന്മാർ, രോഗം വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്ന, വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർക്കൊക്കെ അല്ലാഹു തആല ആശ്വാസം നൽകുമാറാവട്ടെ, രോഗങ്ങൾക്ക് ശമനം നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ നിരവധി ആളുകൾ ദിവസവും നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ആക്സിഡൻറ്റ് മരണങ്ങൾ ഒരു ഭാഗത്ത്, മറ്റു മരണങ്ങൾ വേറെ ഒരു ഭാഗത്ത്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഏതായിരുന്നാലും ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ഫലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.